കോളേജിൽ നിന്നും അന്ന് യാത്ര പോകുന്ന സമയത്ത് അവരെല്ലാവരും പോയിരുന്നത് ഉൾവനങ്ങളിലെ ചില സ്ഥലങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് ആ സ്കൂൾ ട്രിപ്പിൽ സംഗീതയും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ടൂറ് പോയിട്ട് നല്ല രീതിയിൽ തിരികെ വന്നു. എന്നാൽ സംഗീതയ്ക്ക് മാത്രം നല്ല രീതിക്ക് തിരികെ വരാൻ സാധിച്ചില്ല. അതിന് ഒരു കാരണമുണ്ടായിരുന്നു. ആ കാരണം നിങ്ങൾ അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വല്ലാത്ത തരത്തിലുള്ള പേടി അനുഭവപ്പെടും. നമ്മളൊക്കെ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒന്നിന് 2 തവണ ആലോചിക്കേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ശക്തികൾ, അമാനുഷിക ശക്തികൾ ഉണ്ടാകുമോ എന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോകും. ഈ കഥ വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ അനുഭവമാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന സംഗീത എന്ന പെൺകുട്ടി 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തും അതുപോലെ +1 +2 പഠിക്കുന്ന സമയത്തൊന്നും ടൂറോ ട്രിപ്പോ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള യാത്രയ്ക്ക് അനുവാദം കൊടുക്കുമായിരുന്നില്ല. അന്ന് അച്ഛൻ പറഞ്ഞിരുന്നു പോലും, കോളേജിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് വല്ല യാത്രകളും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നീ പോയിക്കൊണ്ടു എന്ന്. അങ്ങനെയാണ് സംഗീത കോളേജിലെ 2nd ഇയർ വിദ്യാർത്ഥി ആയിരുന്ന സമയത്ത് കോളേജിൽ നിന്നും ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗീത ഒരു ബോട്ടണി സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നത് അവിടെ ഉണ്ടായിരുന്ന ചില സസ്യങ്ങളെക്കുറിച്ചും അതുപോലെ ഉൾവനങ്ങളിൽ കാണുന്ന പ്രത്യേകതരം മരങ്ങളെയൊക്കെ കുറിച്ചും റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുത്ത സ്ഥലം വയനാട് തന്നെയായിരുന്നു. കാരണം വയനാട് ഫോറസ്റ്റിനുള്ളിൽ ധാരാളം വലിയ വലിയ മരങ്ങളും അതുപോലെ ഒരുപാട് ഔഷധ ചെടികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഈ റിസർച്ച് നടത്തുകയാണെങ്കിൽ അത്ഭുതകരമായ രീതിയിൽ എന്തെങ്കിലും അപൂർവ സസ്യങ്ങളോ അതുപോലെ എന്തെങ്കിലും അപൂർവ മരങ്ങളോ ലഭിക്കുകയാണെങ്കിൽ അത് അവരുടെ പഠനത്തിന് നല്ല രീതിയിൽ സഹായകമാകാമെന്ന് കരുതി അവരുടെ ടീച്ചേഴ്സ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നത് വയനാട്ടിലേക്കായിരുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയൽ വിസിറ്റിനായിട്ട് സംഗീതയും സുഹൃത്തുക്കളും അധ്യാപകരും ഒരുങ്ങി. സ്കൂളിൽ നിന്നും അവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ അവർ വയനാട്ടിലെത്തി. ഒരു 1 ഡേ ട്രിപ്പ് മാത്രമായിരുന്നു സംഗീതയുടെ ഈ IV ട്രിപ്പ്. അങ്ങനെ അവർ ആ കാടിൻ്റെ അതിർത്തിയിലെത്തി. കാടിനുള്ളിലേക്ക് പോകാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ സഹായം അവർ നേരത്തെ തന്നെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാടിൻ്റെ അതിർത്തിയിൽ അവരെ കാത്ത് ആ ഫോറസ്റ്റ് ഓഫീസറും ഉണ്ടായിരുന്നു. എന്നാൽ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ആ ഫോറസ്റ്റ് ഓഫീസർ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിയെ മാത്രം നിങ്ങൾ എന്നെ പിന്തുടരുക, ചിതറിത്തിരിഞ്ഞ് നടക്കരുത്. ഇവിടെ ഒരുപാട് വിഷജന്തുക്കളും അതുപോലെ വന്യമൃഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിനപ്പുറം ഇവിടെ അപൂർവമായ ചില വിഷ ചെടികളും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പോകുന്ന വഴിയെ മാത്രം നിങ്ങളും പിന്തുടരുക എന്നൊക്കെയുള്ള ഒരു കർശന നിർദ്ദേശം ആ ഫോറസ്റ്റ് ഓഫീസർ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും നൽകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ആ കാടിൻ്റെ ഉൾവനങ്ങളിലേക്ക് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ അപൂർവമായ ഒരുപാട് സസ്യങ്ങളെയും ഒരുപാട് വലിയ വലിയ മരത്തടികളെയും കണ്ടു. സംഗീതയും കൂട്ടുകാരും ടീച്ചേഴ്സും അതൊക്കെ ക്യാമറയിൽ പകർത്തിയും അതുപോലെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ച് മെത്തേഡുകൾ അതുപോലെ റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയും ചെയ്തുകൊണ്ട് അവർ ഉള്ളിലേക്ക് നടന്നു. അങ്ങനെ ഒരു ഭാഗത്ത് എത്തുന്ന സമയത്താണ് അവരോട് ആ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പസമയം വിശ്രമിക്കാമെന്ന്. ഇനിയും നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് പോകാനുണ്ട്. അതിനു മുന്നേ നിങ്ങൾക്ക് ഇവിടെ വെച്ച് വേണമെങ്കിൽ വിശ്രമിക്കാം, ഭക്ഷണം കഴിക്കണമെങ്കിൽ കഴിക്കാം, വെള്ളം കുടിക്കണമെങ്കിൽ കുടിക്കാം എന്നൊക്കെ ഈ ഫോറസ്റ്റ് ഓഫീസർ അവരോട് പറഞ്ഞു. ആ സമയത്ത് അവിടെ എല്ലാവരും ഇരുന്നു. അവിടെ ചെറിയ ചെറിയ പാറയുടെ മുകളിലും അതുപോലെ വീണ് കിടക്കുന്ന മരത്തടിക്ക് മുകളിലും അവിടെ ഉണ്ടായിരുന്ന പുല്ലുകൾക്ക് മീതെയുമൊക്കെ ആയിട്ട് അവിടെ സ്റ്റുഡൻസ് കിടക്കാനും ഇരിക്കാനും ഒക്കെ തുടങ്ങി. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഭക്ഷണങ്ങൾ എല്ലാവരും കഴിക്കാനും തുടങ്ങി. അപ്പോഴാണ് സംഗീത പറയുന്നത് സുഹൃത്തുക്കളോട്, നമുക്ക് അവിടേക്ക് പോയാലോ എന്ന്. ആ സമയത്ത് സുഹൃത്തുക്കൾ പറഞ്ഞു, വേണ്ട, ആ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാത്ത യാതൊരു സ്ഥലത്തേക്കും നമുക്ക് പോകാൻ അനുവാദമില്ല.
ആ സമയത്ത് സംഗീത പറഞ്ഞു, നീ ഒന്ന് പോയിക്കേ, ഇവിടെ ഇത്രയടുത്ത് ഇവരെല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് കുറച്ചു ദൂരം വെറുതെ നടന്നിട്ട് വരാം, നമുക്ക് മൊബൈൽ ഫോണിൽ സെൽഫിയോ മറ്റോ എന്തെങ്കിലും എടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ് സംഗീത സുഹൃത്തുക്കളെ നിർബന്ധിച്ച് അവർ നിൽക്കുന്ന മറ്റൊരു ഭാഗത്തേക്ക് നടക്കാൻ തീരുമാനിച്ചു. അവർ നടക്കുന്നത് ആ ഫോറസ്റ്റ് ഓഫീസർ കണ്ടിരുന്നെങ്കിലും ആ ഫോറസ്റ്റ് ഓഫീസർ ഒന്നും തന്നെ പറഞ്ഞില്ല. കാരണം അവിടെ എല്ലാവരുടെയും കൺമുന്നിലാണ് അവർ നടക്കുന്നത്. ഒരുപാട് ദൂരം പോകാൻ സാധ്യതയില്ല എന്ന് ആ ഫോറസ്റ്റ് ഓഫീസർ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവാം. അങ്ങനെ സംഗീതയും സുഹൃത്തുക്കളും അവരെല്ലാവരും ഉള്ളിലേക്ക് നടന്നുപോയി. കുറച്ചു ദൂരം നടന്നു ചെന്നപ്പോഴായിരുന്നു സംഗീത ഒരു പടുകൂറ്റൻ മരം കാണുന്നത്. അതിൻ്റെ ഹൈറ്റും അതുപോലെ വിടുത്തുമെല്ലാം വല്ലാത്ത തരത്തിലായിരുന്നു. കാരണം വലിയൊരു മരം, ഒരു ആനമരം എന്നൊക്കെ പറയാം അവരുടെ ഭാഷയിൽ. ആ വലിയ മരത്തിന് താഴെയായിട്ട് ഒരു മൺകുടമുണ്ട്. പകുതി മണ്ണിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മൺകുടം. അത് മരത്തിൽ നിന്നും വീഴുന്ന അതിശക്തമായ മഴത്തുള്ളികളോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ശക്തി കൊണ്ടോ മണ്ണ് മൊത്തം ഇളകിപ്പോയ രീതിയിൽ ഒരു മൺകുടം മാത്രം കാണുന്നുണ്ട്. സംഗീതയ്ക്ക് അത് കണ്ടതോടെ അല്പം വിചിത്രമായിട്ട് തോന്നി. ഉടനെ തന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞു, എടാ, ഒരു മൺകുടം നമുക്ക് എടുത്തുകൊണ്ട് പോയാലോ എന്ന്. വേണ്ട വേണ്ട, കാടിനുള്ളിൽ ഇതുപോലെയുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ തുടരുതെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ, അന്ധവിശ്വാസം അല്ലേ എന്ന് സംഗീത പുച്ഛിച്ചു തള്ളി. എന്നാൽ സുഹൃത്തുക്കൾ പറഞ്ഞത് കേൾക്കാതെ തന്നെ സംഗീത ഉടനെ തന്നെ തൻ്റെ കാലിലെ ഷൂ കൊണ്ട് ആ മൺകുടം ഒന്ന് അമർത്തി ചവിട്ടി. അവളുടെ ആ ഷൂവിൻ്റെ ശക്തി കൊണ്ടോ എന്നറിയില്ല, ആ മൺകുടം വലിയൊരു ശബ്ദത്തോടെ പൊട്ടി തകരുകയും ചെയ്തു. ഈ ഒരു ശബ്ദം ആ കാട് മുഴുവൻ പരക്കുകയും ചെയ്തു. അതേസമയം ആ കുടത്തിൽ നിന്നും ഒരു വല്ലാത്ത തരം നിറത്തിലുള്ള ഒരു പുക പോലെ എന്തോ ഒരു ചാര നിറത്തിലുള്ള വസ്തു അവളുടെ ശരീരത്തിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കാൻ തുടങ്ങി. അത് മുഴുവനായി അവളുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ആ സുഹൃത്തുക്കൾ അവരുടെ കൺമുമ്പിൽ കണ്ടെത്തുന്നു. ഉടനെ തന്നെ സംഗീത ഒരു വലിയ അലർച്ചയോട് അവിടെ ബോധരഹിതയായിട്ട് വീണു. ഈ ശബ്ദം കേട്ടിട്ടാണ് ടീച്ചേഴ്സും മറ്റു സുഹൃത്തുക്കളും ആ ഫോറസ്റ്റ് ഓഫീസറും അങ്ങോട്ടേക്ക് എത്തുന്നത്. ആ സമയത്ത് ആ മരത്തിൽ നിന്നും കുറച്ചകലെ ചിതറി വീണ് കിടക്കുന്ന സംഗീതയുടെ ശരീരമാണ് കണ്ടത്. ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു, ഒരുപക്ഷെ ഒരുപാട് ദൂരം നടന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടോ ഒരുപക്ഷെ ലോ BP ഒക്കെ ആയതുകൊണ്ടാവാം അവൾ ഇവിടെ വീണത് എന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് സംഗീതയുടെ കൂടെ വന്ന ആ രണ്ട് സുഹൃത്തുക്കളും ഇതിനൊന്നും ഉത്തരം പറഞ്ഞില്ല. അവർ രണ്ടുപേരും വളരെ അസ്വസ്ഥരായിട്ട് പേടിച്ചിരണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു, ഞാൻ താഴെയുള്ള സേഫ് ഗാർഡിനെ വിളിക്കാം, അവർ സംഗീതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ സംഗീതയുടെ കൂടെ രണ്ട് സുഹൃത്തുക്കളെയും ഒരു ടീച്ചറിനെയും ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം IV ഫ്ലൂയിഡ് ഒക്കെ നൽകിയിട്ട് ഒന്ന് കോൺഷ്യസ് ആയതിനു ശേഷം അവളെ അവളുടെ വീട്ടിലേക്ക് ടീച്ചേഴ്സും സുഹൃത്തുക്കളും കൊണ്ടാക്കി. എന്നാൽ ഇതിൽ പ്രത്യേകിച്ച് ഒരു പന്തികേടും തോന്നാത്തത് കൊണ്ട് തന്നെ ടീച്ചേഴ്സ് സംഗീതയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, ഒരുപാട് ദൂരം നടന്നതുകൊണ്ടായിരിക്കാം തല കറങ്ങി വീണതാണ്, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ സംഗീതയുടെ അമ്മയോടും അച്ഛനോടും കൂടെ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അവിടെ നിന്ന് മടങ്ങി. എന്നാൽ ഇത്ര പെട്ടെന്ന് ഇത്ര സിമ്പിളായിട്ട് ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം പിന്നീട് നടന്നതൊന്നും ഇത്ര സിമ്പിൾ ആയിരുന്നില്ല. അന്ന് രാത്രി നോർമലി എല്ലാ രീതിയിലും ശാന്തമായിട്ട് കടന്നുപോയി. കാരണം അവൾ വല്ലാതെ ടയേർഡായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണിലെ കറുത്ത നിറം മാഞ്ഞ് അവിടെ വെള്ള നിറം മാത്രം ആകുന്നത് അവൾ കണ്ണാടിയിലൂടെ ശ്രദ്ധിച്ചു. എന്നാൽ ഇതൊന്നും അവളുടെ അച്ഛനും അമ്മയും കാണുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് അന്നത്തെ ദിവസം എല്ലാ ദിവസത്തെയും പോലെ നോർമലി ഉള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. എന്നാൽ അടുത്ത ദിവസം പെട്ടെന്ന് ഒരു വലിയ അലർച്ച കേട്ടിട്ടാണ് അമ്മ അവളുടെ മുറിയിലേക്ക് ഓടിച്ചെല്ലുന്നത്. അമ്മ ആ മുറിയിലേക്ക് ഓടിച്ചെല്ലുന്ന സമയത്ത് സംഗീത തൻ്റെ ശരീരം മുഴുവൻ ചുരുട്ടി മടക്കി ആ കട്ടിലിൽ ഇരിക്കുന്ന ഒരു വിചിത്ര കാഴ്ചയാണ് അമ്മ കണ്ടത്. ഇത് കണ്ടതോടെ അമ്മ പേടിച്ച് നിലവിളിച്ച് തൻ്റെ അച്ഛനെ വിളിച്ചു. തൻ്റെ അച്ഛൻ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് പെട്ടെന്ന് അവൾ അക്രമസക്തമായ രീതിയിൽ അച്ഛനോട് പെരുമാറി. തൻ്റെ കാലുകൊണ്ട് അച്ഛനെ ഒന്ന് ഉറക്കെ തൊഴിച്ചു. അച്ഛൻ നേരെ ചെന്ന് വീണത് അവരുടെ റൂമിൻ്റെ ഒരു വലിയ ചുമരിൽ. ആ ചുമരിൽ അതിശക്തമായിട്ട് ഇടിച്ച് അച്ഛൻ അവിടെ ബോധരഹിതനായിട്ട് വീണു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഹോസ്പിറ്റലിൽ നിന്ന് ബോധം വരാത്തതിനെ തുടർന്ന് ICUവിലേക്ക് ആക്കുകയും ചെയ്തു. എന്നാൽ സംഗീതയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി അമ്മയെ വല്ലാതെ പേടിപ്പെടുത്തിയിരുന്നു. അന്ന് ഹോസ്പിറ്റലിൽ തൻ്റെ സഹോദരി
തിരികെ ആക്കിയിട്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന അമ്മ കണ്ടത് അവൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വീടിന് ചുറ്റുമുണ്ടായിരുന്ന തെങ്ങിൽ നിന്നും മരങ്ങളിൽ നിന്നും കാക്കകൾ ചത്തു വീഴുന്നു അവളുടെ മുന്നിലേക്ക്. എന്നാൽ അതിലും പേടിപ്പിക്കുന്ന കാര്യമായിരുന്നു ആ കാക്കകളുടെ ചിറകും മാംസവും അവൾ പച്ചയോടെ ഭക്ഷിച്ച് കഴിക്കുന്നു. അതുമാത്രമല്ല, അവളുടെ മുന്നിലൂടെ പോകുന്ന പുഴുവിനെയും മണ്ണിരയെയും എന്തിന് ഒരു പാറ്റയെ പോലും അവൾ വെറുതെ വിടാതെ അതിനെയൊക്കെ അവൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുകൂടെ കണ്ടതോടെ അമ്മയുടെ ഉള്ളിൽ ഭയം ഇരട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടത് അമ്മ മാത്രമായിരുന്നില്ല. ആ നാട്ടിലെ എല്ലാവരും ഈ ഒരു കാഴ്ചയ്ക്ക് ദൃക്സാക്ഷികളാണ്. ഉടനെ തന്നെ നാട്ടിലുള്ളവരെല്ലാവരും അടുത്തുണ്ടായിരുന്ന ഒരു മന്ത്രവാദിയെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ആ മന്ത്രവാദി ഒരു കള്ളമന്ത്രവാദിയായിരുന്നു എന്ന് അവൾ ഒറ്റയിരിപ്പിൽ തന്നെ മനസ്സിലാക്കി. അവളെ ആവാഹന കർമ്മത്തിന് കളമൊരുങ്ങിയ സമയത്ത് സംഗീത ആ മന്ത്രവാദിയോട് പറഞ്ഞു, നീ വെറും കള്ളമന്ത്രവാദിയാണ്, നിനക്ക് എന്നെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല, കുടുംബം ഞാൻ ഇല്ലാതെയാക്കും, നിന്റെ മക്കളെ ഞാൻ ശ്വാസം മുട്ടിപ്പിച്ച് കൊല്ലിക്കും എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അതിനു പുറമെ അദ്ദേഹത്തിന്റെ ചില പേഴ്സണൽ കാര്യങ്ങളും കൂടി പറഞ്ഞതോടെ ഈ മന്ത്രവാദി തന്റെ പൂജാ സാധനങ്ങൾ പോലും എടുക്കാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ആ ഗ്രാമത്തിലെ മുതിർന്ന ആൾക്കാർ പറഞ്ഞത്, നമ്മുടെ നാടിനപ്പുറത്ത് ഒരു സിദ്ധനുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇവളെ കൊണ്ടുപോയാൽ ഒരുപക്ഷെ അവൾക്ക് രക്ഷപ്പെടാൻ സാധ്യത ഏറെയാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പേർക്ക് സാധ്യമായിരുന്നില്ല. അത്രയ്ക്കും ബലമുള്ള ഒരു ശരീരം പോലെയായിരുന്നു അവൾ. അവളെ പിടിക്കാൻ ചെല്ലുന്ന എല്ലാവരെയും അവൾ തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഘടാഘടിയന്മാരായ ആ നാട്ടിലെ ഒരുപാട് പുരുഷന്മാർ ചേർന്ന് ഏകദേശം 7 or 8 പേർ ചേർന്ന് അവളെ വണ്ടിയിൽ കയറ്റിയിട്ട് ആ സിദ്ധൻ അരികിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ ആ വണ്ടിയിൽ പോകുന്ന സമയത്തൊക്കെ അവൾ ആ 7 പേരെയും അവൾ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. അവരെയൊക്കെ ആക്രമിക്കാനും കടിച്ചു കയറാനും വരുന്ന രീതിയിൽ അവൾ ആക്രോശിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ സിദ്ധന് മുന്നിലെത്തി. എന്നാൽ ആ സിദ്ധന്റെ മുന്നിലെത്തിയ സമയത്ത് ഇവളുടെ ശരീരത്തിലെ ആത്മാവ് ഒന്നുകൂടി വയലന്റ് ആയിട്ട് ഉറക്കെ ഉറക്കെ നിലവിളിക്കാനും ഉറക്കെ ഉറക്കെ സംസാരിക്കാനും തുടങ്ങി. അതിൽ ഇതായിരുന്നു, ഞാൻ ഇവളുടെ ശരീരത്തിലേക്ക് വരണമെന്ന് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ കാടിനുള്ളിൽ എന്നെ മുന്നേ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദി അടക്കം ചെയ്ത് എന്നെ ഉറക്കി കിടത്തിയിരുന്ന ഒരു മൺകുടം അവൾ തല്ലി തകർത്തു. അതിനുശേഷം ഞാൻ ശാപമോക്ഷം നേടി. ശാപമോക്ഷം നേടുന്ന സമയത്ത് എനിക്കൊരു ശരീരം വേണമായിരുന്നു. അതിനായിട്ടാണ് ഞാൻ ഇവളുടെ ശരീരം തിരഞ്ഞെടുത്തത്. ഇനി ഇവളുടെ ജീവനും കൊണ്ടേ എനിക്ക് മടങ്ങാൻ സാധിക്കൂ, അല്ലാതെ ഈ ശരീരത്തിൽ നിന്നും എനിക്കൊരു മോചനം ഇനി ഉണ്ടാകില്ല എന്ന് ആ മന്ത്രവാദിയോട് സംഗീതയുടെ ഉള്ളിലെ ആത്മാവ് പറഞ്ഞു. ആ സമയത്ത് മന്ത്രവാദിയും ഒട്ടും വിട്ടുകൊടുത്തില്ല. ദുഷ്ടാത്മാക്കളും മരിച്ചവർക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുടെ കൂടെ സ്ഥാനമില്ല. നീ എത്രയും പെട്ടെന്നും ഒഴിഞ്ഞു പോകണം, ഇല്ലെങ്കിൽ നിന്നെ എനിക്ക് അതിശക്തമായ രീതിയിൽ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന ഒരു വാദപ്രതിവാദത്തിൽ മന്ത്രവാദിയും ആ പിശാചും ഏർപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അതികഠിനമായ മന്ത്രവിദ്യകൾ കൊണ്ട് ശ്രേഷ്ഠനായിരുന്ന ആ പൂജാരി ഉടനെ പല രീതിയിലുള്ള മന്ത്രങ്ങളും അതുപോലെ പൂജാകർമ്മങ്ങളും ആവാഹനങ്ങളും അവിടെ നടത്തിയിട്ട് ആ ആത്മാവിനെ അവളുടെ ശരീരത്തിൽ നിന്നും ഒഴിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം തൻ്റെ കയ്യിൽ ഒരു കറുത്ത കുപ്പിയെടുത്തു. എന്നിട്ട് ആ കുപ്പിയിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ആ ആത്മാവിനോട് ശാസനം നൽകി. എന്നാൽ ആ ആത്മാവ് ആദ്യമൊന്നും ആ കുപ്പിക്കുള്ളിലേക്ക് കയറാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ അതികഠിനമായ മന്ത്രങ്ങൾ പ്രയോഗിച്ചത് കൊണ്ട് തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത പുക വായുവിലേക്ക് ഉയർന്ന് ആ പുക ഈ കുപ്പിക്കുള്ളിലേക്ക് പോയി. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരോടും ഈ കുപ്പി ഉടനെ തന്നെ ഇവിടെയുള്ള ഏതെങ്കിലും ഉൾക്കാടിനുള്ളിൽ ഏതെങ്കിലും നീരും കായുമുള്ള ഏതെങ്കിലും മരത്തിന് ചുവടെയായിട്ട് കുഴിച്ചിടണമെന്ന്. ഉടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർ 2 പേർ ഈ കുപ്പിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉൾവനത്തിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പടുകൂറ്റൻ മരത്തിന് താഴെ ഈ കുപ്പി നല്ല രീതിയിലുള്ള താഴ്ചയിൽ കുഴിച്ചിടുകയും ചെയ്തു. അതിനുശേഷം സംഗീതയുടെ ശരീരത്തിൽ നിന്ന് ഈ ബാധ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോവുകയും പിന്നീട് സംഗീതയുടെ പെരുമാറ്റത്തിൽ കഴിഞ്ഞ തരത്തിലുള്ള ഒരു സ്വഭാവ വ്യത്യാസവും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഇതൊരു യഥാർത്ഥ കഥയാണെന്നാണ് പറയപ്പെടുന്നത്.
എന്നാൽ ഈ കഥ നടന്നിട്ട് ഒരുപാട് വർഷമൊന്നും ആയിട്ടില്ല. 2018-17 കാലഘട്ടത്തിലാണ് ഈ കഥ നടന്നതെന്ന് എന്നോട് പറഞ്ഞത്. എന്നാൽ ഈ കഥയിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കും വ്യക്തമല്ല. എങ്കിലും ഇത് സത്യത്തിൽ ഒരാൾക്ക് അനുഭവിച്ച കഥയാണെങ്കിൽ അദ്ദേഹം എന്തൊക്കെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്നാൽ നിങ്ങളോട് എനിക്കൊരു വാണിംഗ് ഉണ്ട്. ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ജനറേഷൻ എന്ത് മനോഹരമായ സ്ഥലം കണ്ടാലും അവിടെ ഇറങ്ങിപ്പോയി അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലാണ് നമ്മൾ. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആ സ്ഥലം ഒരു 100 വർഷങ്ങൾക്ക് മുന്നെയോ അല്ലെങ്കിൽ ഒരു 500 വർഷങ്ങൾക്ക് മുന്നെയോ എന്തായിരുന്നു എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു പക്ഷേ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമുക്ക് ഒരിക്കലും അർഹതപ്പെടാത്ത എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നമ്മളെ വെറുതെ വിടില്ല. അവർ എന്നുദ്ദേശിച്ചത് പ്രേതാത്മാക്കളെ കുറിച്ചാണ്. അവരുടെ വസ്തുക്കൾ നമ്മൾ മനുഷ്യർ ഉപയോഗിച്ചു കഴിഞ്ഞാലോ അത് തകർത്ത് കഴിഞ്ഞാലോ അവർക്കത് താങ്ങാനോ സഹിക്കാനോ സാധിക്കില്ല. പിന്നീട് അതിന് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മളുടെ കൂടെ തന്നെ പോരും. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.